സംസ്ഥാനത്തെ ജലനയം വാട്ടർ പോളിസി പുതുക്കുകയാണ്. അത് റീഡ്രാഫ്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ കാലാകാലങ്ങളിൽ അത് പുതുക്കേണ്ടതുണ്ട്, അത് ചെയ്യണം എന്നൊരു വാർത്ത. സമഗ്രമായ ജലനയം വരും എന്ന് തയ്യാറാക്കുമെന്നും അതിൻ്റെ ഒരു ജലനയ കോൺക്ലേവ് നടത്തുമെന്നും ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടുണ്ട്, മോൻസ് ജോസഫ് അവർകൾ. അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. 2008 വളരെ സമഗ്രമായ ഒരു ജലനയം സംസ്ഥാനത്ത് രൂപീകരിക്കുന്നത്. അങ്ങനെ ഒരു ജലനയം രൂപീകരിക്കുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഇത്രയും വലിയ പ്രശ്നങ്ങളില്ല, ക്ലൈമാറ്റ് ചേഞ്ച് വന്നിട്ടില്ല, ഇത്രയും രൂക്ഷമല്ല, മഴ ഇങ്ങനെ മാറി നിൽക്കുന്നില്ല, മൺസൂണിൻ്റെ ഈ താളം കളിയില്ല, തുള്ളിക്കളിയില്ല, ഉരുൾപൊട്ടൽ എത്രയും വ്യാപകമായിട്ടുണ്ടായില്ല, പ്രളയം വന്നില്ല. 2018 പ്രളയം വരുന്നത്. വരൾച്ച 2016 വലിയ വരൾച്ച വന്നു, ഓഹി വന്നു. സുനാമി ഒഴിച്ചിട്ടുള്ള കേരളം കണ്ട കഴിഞ്ഞ 2-3 ദശകങ്ങളിൽ കേരളം കണ്ടിട്ടുള്ള സുനാമി ഒഴിച്ചുള്ള ഒരുപാട് ദുരന്തങ്ങൾ വന്നത് 2008 ശേഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ വാട്ടർ പോളിസിക്ക് വലിയ പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ വാട്ടർ പോളിസിയിൽ നിന്ന് അജഗജാന്തരം വ്യത്യാസവും ആവശ്യമുണ്ട്. കഴിഞ്ഞ വാട്ടർ പോളിസി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സംസ്ഥാനതല ചെയർമാൻ ഇന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഇന്നത്തെ ശബരിമല ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന കെ ജയകുമാർ IAS ആയിരുന്നു അന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി വാട്ടർ റിസോഴ്സിൻ്റെ. അദ്ദേഹമായിരുന്നു ചെയർമാൻ. ഞാനായിരുന്നു എൻ്റെ സ്റ്റേറ്റ് കൺവീനർ. പിന്നെ സംസ്ഥാനത്തെ പ്രമുഖരായിട്ടുള്ള പരിസ്ഥിതി മേഖലയിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ ആ സമിതിയിലുണ്ടായിരുന്നു. അവരാണ് ഇത് പ്രധാനമായി തയ്യാറാക്കിയത്. കൺവീനർ എന്നുള്ള നിലയിൽ ഇതിൻ്റെ കോർഡിനേഷനും മറ്റു കാര്യങ്ങളും അക്കാഡമിക് കാര്യങ്ങളിലുമൊക്കെ കുറച്ച് സംഭാവന എനിക്കുമുണ്ട്. പക്ഷേ കൂടുതലും തയ്യാറാക്കിയിട്ടുള്ളത് ഈ ഒരു ചെറിയ സംഘമാണ്. അവരുടെ ശുപാർശകളെല്ലാം വെച്ചുകൊണ്ട് ഇത് നടപ്പിലാക്കി. പക്ഷേ അതിൻ്റെ പ്രൊസീജിയർ കൂടി നിങ്ങൾ മനസ്സിലാക്കുക. വെറുതെ ഒരു വാട്ടർ പോളിസി ഉണ്ടാക്കുകയായിരുന്നില്ല. അതിൻ്റെ ഡ്രാഫ്റ്റിന് മുമ്പേ തന്നെ കേരളത്തിലെ എല്ലാ ആക്ടിവിസ്റ്റുകളെയും വളരെ പ്രമുഖരായിട്ടുള്ള എല്ലാവരെയും വിളിച്ച് കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ച് ഒരു ഫുൾ ഡേ വളരെ കൃത്യമായ കൺസൾട്ടേഷൻ വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു. അതിനുശേഷം വാട്ടർ പോളിസി ഡ്രാഫ്റ്റ് ആയതിനു ശേഷവും ഈ ആളുകളെ വിളിച്ച് ചർച്ച ചെയ്തിരുന്നു. അതിനുശേഷം ആ 2 ഘട്ടവും കഴിഞ്ഞതിന് ശേഷം അത് പബ്ലിഷ് ചെയ്തതിന് ശേഷം അസംബ്ലിയുടെ ശങ്കരനാരായണ തമ്പി ലോഞ്ചിൽ, അതായത് അസംബ്ലിയുടെ ലോഞ്ച് ബിൽഡിങ്ങിൽ ഹാളിൽ വെച്ച് വിപുലമായ പ്രസൻറ്റേഷൻ എല്ലാ MLA മാർക്കും, അന്നുണ്ടായിരുന്ന 140 MLA മാർക്കും വിശദമായ ഇതിനെ സംബന്ധിക്കുന്ന ട്രെയിനിങ്, സെൻസിറ്റൈസേഷൻ വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു. ഇത് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു. നല്ല ഭക്ഷണവും അത്യാവശ്യം ബാഗും പേനയും ഒക്കെ നല്ല രസകരമായ ഒരു പരിപാടി. കാരണം MLA മാരെയാണ് വിളിക്കുന്നത്, അവർ ചെറിയ ആളുകളല്ല. അപ്പോൾ അവരെ വിളിച്ച് ആ രീതിയിൽ ഓണർ ചെയ്തുകൊണ്ടുള്ള മനോഹരമായ പരിപാടി സംഘടിപ്പിച്ചു. അതിനെ തുടർന്ന് വീണ്ടും ആ ജലനയത്തിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ യോഗങ്ങൾ ചേർന്നിരുന്നു. പക്ഷേ അതിൽ കുറേ സംഘടനാ സംവിധാനം, പല കാര്യങ്ങളും ചെയ്യാനൊക്കെ സംസ്ഥാനത്ത് ആരംഭിച്ചു. പക്ഷേ അതിനകത്ത് കുറേ സംഘടനാ സംവിധാനം പറഞ്ഞിരുന്നു. വാട്ടർഷെഡ് മാനേജ്മെൻറ്റിൻ്റെ നീർത്തടാധിഷ്ഠിത വികസന പരിപാടികൾ, റിവർ ബേസിൻ അതോറിറ്റികൾ, പിന്നെ അതുപോലെ തന്നെ നീർത്തടാധിഷ്ഠാനത്തിലുള്ള സംവിധാനങ്ങൾ, സംഘടനാ സംവിധാനം കൊണ്ടുവരുന്ന കാര്യങ്ങൾ, ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലെ വാട്ടർഷെഡ് പരിപാടികൾ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അത് വേണ്ടത്ര മുന്നോട്ട് പോയില്ല. സംഘടനാ സംവിധാനം വേണ്ടത്ര മുന്നോട്ട് പോയിട്ടില്ല. ഇപ്പോഴും എല്ലാ റിവറിനും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട റിവറുകൾക്ക് പോലും റിവർ ബേസിൻ അതോറിറ്റി ഒന്നും വന്നിട്ടില്ല. അതിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. പിന്നെ ലോകത്താകെ ഗ്ലോബൽ സിനോറിയ തന്നെ ജലത്തിൻ്റെ രംഗത്ത് മാറി. ജലം സ്വകാര്യ കമ്പനികൾ വരെ സർക്കാർ ജലവിതരണം ചെയ്യുന്നത് പോലെ സ്വകാര്യ കമ്പനികൾ വരെ ജലവിതരണം ചെയ്യുന്ന പുതിയ കാലത്താണ്. എറണാകുളം സിറ്റിയിലെ കൊച്ചി സിറ്റിയിലെ ജലവിതരണം ഒരു പ്രൈവറ്റ് കമ്പനിയാണ് ഏറ്റിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് വലിയ വിവാദവും തർക്കമൊക്കെ ഉണ്ട്. കുപ്പിവെള്ളം കൃത്യമായി ഇവിടെ കൊടുക്കുന്നു. കാരണം 8 ഈ പരിപാടികളൊന്നുമില്ല. അപ്പോൾ സർക്കാർ തന്നെ കുപ്പിവെള്ളം നടത്തുന്നു. അത് തന്നെ കോഴിക്കോട് കുപ്പിവെള്ള ഫാക്ടറി വീണ്ടും വരുമെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഘടനാപരമായി സ്ട്രക്ചറൽ ചേഞ്ചസ് ഒരുപാട് ലോകത്ത് വന്നു, ഇന്ത്യയിലും വന്നു. അതുപോലെ തന്നെ ജലജീവ മിഷൻ വന്നു. പിന്നെ അങ്ങനെ ഒത്തിരി പ്രോജക്റ്റുകൾ തന്നെ പുതിയത് വന്നു. കുടിവെള്ള മേഖലയിൽ, കാർഷിക മേഖലയിൽ, അല്ലെങ്കിൽ പിന്നെ ഇറിഗേഷൻ മേഖലയിൽ വലിയ മാറ്റമുണ്ടായി. ആ മാറ്റത്തിനനുസരിച്ചുള്ള ഒരു ജലനയം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ഇതിൽ മുൻപ് ഇൻവോൾവ് ചെയ്യുന്ന ആളെന്നുള്ള നിലയിൽ ഒരു നിർദ്ദേശം കൂടെ നിങ്ങളുടെ വയ്ക്കുന്നു. ഇത് സംബന്ധമായി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പീപ്പിൾസ് വാട്ടർ പോളിസി ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അത് ഇപ്പോൾ സർക്കാർ സംവിധാനത്തിൽ നമ്മൾ ആരൊക്കെ പങ്കെടുത്താലും എന്തൊക്കെ സംവിധാനം ഉണ്ടെങ്കിലും ജനങ്ങളുടെ അഭിപ്രായം കൂടി അറിയാൻ, മാസീവായിട്ട് അറിയണമെങ്കിൽ അവരെ അത്രയും പേരെ വിളിച്ച് സെമിനാർ നടത്താൻ പറ്റില്ലല്ലോ. അറിയിക്കാനായിട്ട് ഒരു സംവിധാനം ഞങ്ങൾ സുഭാഷിതം ചാനൽ ഒരുക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ
നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും മോശമായ കമൻറ്റുകളും ചുമ്മാ ആവശ്യമില്ലാത്ത കമൻറ്റുകളും ഇട്ട് നമ്മൾ സമയം കളയാതെ പോസിറ്റീവായിട്ടുള്ള ഈ കാര്യത്തിൽ നിങ്ങളുടെ കമൻറ്റുകൾ സംസ്ഥാന ജലനയം രൂപീകരിക്കുമ്പോൾ അതിനകത്ത് വരേണ്ട പാരിസ്ഥിതികമായ, ജലപരമായ, കാർഷികപരമായ, സാംസ്കാരികമായ, സാമൂഹ്യമായ, സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക, ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലൂടെ അറിയിക്കുക. ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ ഹായ് പറഞ്ഞാൽ സംസ്ഥാനത്തെ ഇതുമായി താല്പര്യമുള്ള ഏതൊരു വ്യക്തിക്കും ഗ്രൂപ്പിലേക്ക് വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ അറിയിക്കാം. ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്യപ്പെടുന്ന വിവരങ്ങൾ കൂടി ഞങ്ങൾ ഈ ഗ്രൂപ്പിലേക്ക് കൊടുക്കും, സർക്കാരിന് കൊടുക്കുന്ന രേഖയിൽ കൊടുക്കും. എന്തായാലും രേഖയുടെ പണിപ്പുരയിലാണ്. സാങ്കേതിക വിദഗ്ധരെയും ആക്ടിവിസ്റ്റുകളുടെയും ഒക്കെ അഭിപ്രായം എടുക്കാനാണ് ശ്രമിക്കുന്നത്. എത്ര കണ്ട് എല്ലാവരും തിരക്കിലാണ്, എല്ലാവരും മറ്റ് പല എൻഗേജ്മെൻറ്റിലുണ്ട്. എന്നാലും എത്ര പേരെ കിട്ടുമെന്നറിയില്ലെങ്കിലും ഒരു ശ്രമമാണ് നടത്തുന്നത്. നിങ്ങളിൽ ഉള്ള ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് കോളേജ് പ്രൊഫസർമാർ, കാരണം നമ്മുടെ ചാനൽ കാണുന്ന ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്, ഒരുപാട് റിട്ടയർ ആയിട്ടുള്ള ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഈ ചാനലിൽ ഈ വിഷയം ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഇറിഗേഷനിൽ നിന്നും, വാട്ടർ അതോറിറ്റിയിൽ നിന്നും, ഗ്രൗണ്ട് വാട്ടറിൽ നിന്നും, അതുപോലെ തന്നെ മറ്റൊരുപാട് സ്ഥാപനങ്ങളിൽ നിന്ന് റിട്ടയർ ആയിട്ടവരുണ്ടാവും. നിങ്ങളുടെ അനുഭവ സമ്പത്തുണ്ടാവും, നിങ്ങളുടെ എക്സ്പെർട്ടൈസ് ഉണ്ടാവും. നിങ്ങൾ ഗ്രൂപ്പിൽ വരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അറിയിക്കുന്നവരുടെ പേര് വിവരം കൂടി വച്ച് തന്നെ റിപ്പോർട്ടിൽ അവരുടെ പേരും അവർ തരുന്ന നിർദ്ദേശവും ഉണ്ടാകും. അത് സർക്കാരിന് നമ്മൾ കൃത്യമായി സമർപ്പിക്കുന്നതാണ്. ഇതൊരു പ്രോസസ്സാണ്. നമ്മളെപ്പോഴും കുറ്റം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ല. നമ്മൾ പുറത്താണെങ്കിലും റിട്ടയർ ആയാലും അകത്തായാലും എവിടെ ആയാലും നമ്മുടെ എക്സ്പെർട്ടൈസ്, നമ്മുടെ എക്സ്പീരിയൻസ് സിസ്റ്റത്തിന് കൊടുക്കുക എന്ന് പറയുന്ന ഒരു പോസിറ്റീവായ കാര്യമാണ്. അങ്ങനെ സിസ്റ്റത്തിന് കൊടുത്തുകൊണ്ടിരുന്നാൽ മാത്രമേ സിസ്റ്റം കൂടുതൽ കറക്റ്റ് ചെയ്യപ്പെടുകയുള്ളൂ. ഇതൊരു മറ്റൊരു തരത്തിലുള്ള ഒരു ഡെമോക്രസിയാണെന്ന് നിങ്ങൾ കരുതണം.